നമ്മുടെ ഈ നിലവിലുള്ള നമ്മുടെ ദേശീയപാത വളരെ അപകടം നിറഞ്ഞൊരു പാതയാണ്. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ബൈപ്പാസ് അനിവാര്യമാണ് എന്നുള്ളൊരു അഭിപ്രായം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യം സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പാകെ ഇത് കൊണ്ടുവരുന്നത്. പ്രാഥമികമായ പഠനത്തിന് വേണ്ടി നമ്മുടെ മന്ത്രി മുൻകൈയെടുത്ത് 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അതിൻ്റെ സർവേ നടപടിയെല്ലാം നമ്മൾ പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് നമ്മളൊരു ബഡ്ജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ കൊണ്ടുവന്നത്. പിന്നീട് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിരുന്നു. ശബരിമല സീസണുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തിരക്ക് ഉണ്ടാകാറുണ്ട്, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഇതിന് അനുവാദം നൽകണം എന്ന് പറഞ്ഞപ്പോൾ തത്വത്തിൽ അദ്ദേഹം നമുക്കിത് പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി താഴോട്ട് പേപ്പർ അയച്ചിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു 5 അലൈൻമെന്റ്, ഒരു ചൈതന്യ കൺസൾട്ടൻസി എന്ന് പറഞ്ഞൊരു ഏജൻസിയെ കേന്ദ്ര ഗവൺമെന്റ് ചുമതലപ്പെടുത്തി. അതിനുശേഷം അവരൊരു പഠനം നടത്തി 5 അലൈൻമെന്റ് ആണ് അവർ ഫിക്സ് ചെയ്തത്, തയ്യാറാക്കി. അപ്പോൾ കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, ഞങ്ങളെല്ലാം കൂടി ഒരു യോഗം ചേർന്ന് ഈ 5 എണ്ണത്തിൽ ഒരു അലൈൻമെന്റ് അതാണ് ഏറ്റവും അനുയോജ്യം എന്ന് കണ്ടെത്തി അത് കേന്ദ്ര അലൈൻമെന്റ് കമ്മിറ്റിയുടെ മുമ്പാകെ അയച്ചു കൊടുക്കുകയുണ്ടായി. അത് ഏതെങ്കിലും ഒരു സ്കീമിൽ പെടുത്തണമായി. അങ്ങനെ സ്കീമിൽ പെടുത്തുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പ്രവർത്തനം നടത്താൻ കഴിയും. അപ്പോൾ ഇതിനിടയിൽ കേന്ദ്രമന്ത്രിയെ ഞാൻ വീണ്ടും കണ്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നു. മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിയുമായിട്ട് ഇടയ്ക്കൊരു ചർച്ച നടത്തി ഇതിന്റെ DPR തയ്യാറാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ചേർന്ന യോഗത്തിൽ ഇതിന് ഒരു അംഗീകാരം നൽകാനുള്ള തീരുമാനമാണ് തത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു 2 വർഷക്കാലത്തെ ഒരു നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്കിപ്പോൾ ഇതിനൊരു അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഇടമൺ 34 അടുത്ത് നിന്ന് ആരംഭിച്ച് പൈനാപ്പിൾ ജംഗ്ഷനിൽ സമാപിക്കുന്ന തരത്തിലാണ് ഇപ്പം നിലവിലുള്ള ഒരു അലൈൻമെന്റ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 12 കിലോമീറ്ററാണ്, 45 മീറ്റർ വീതി, 4 വരി പാത, 500 കോടി രൂപയുടെ പ്രപ്പോസലാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് NHAയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരുത്തിയെന്നിരിക്കും. എന്തായാലും ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് ഈ നിലയ്ക്കാണ്. അതായത് നിലവിലുള്ള നമ്മുടെ 744 ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അത് ഇന്നലത്തെ മീറ്റിംഗിൽ തത്വത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള തീരുമാനമായിരുന്നു. അതിനെ കണക്ട് ചെയ്യുന്നതായിരിക്കും ഈ ബൈപ്പാസ്. അപ്പോൾ ആ പാത വഴി വരുന്ന ആളുകൾക്ക് ഒരു കണക്ടിവിറ്റി ഉണ്ടാവുകയാണ്. അത് ഇടമൺ നിന്ന് നമുക്ക് ആരംഭിച്ച് തൊളിക്കോട് വഴി ഈ കല്ലടയാറിന് കുറുകെ ഒരു പാലമുണ്ടാകും. തൊളിക്കോട് വഴിയാണ് നമ്മൾ ഈ ടൗണുമായി ടച്ച് ചെയ്യാതെ ഇത് പൈനാപ്പിൾ ജംഗ്ഷനിൽ എത്തിച്ചേരും. അപ്പോൾ ഒരു സമാന്തര പാതയാണ്, ഫലത്തിലൊരു സമാന്തര പാതയായിട്ട് വരും. ഈ പുനലൂരിന്റെ തിരക്ക് നമുക്ക് കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല പുനലൂരിനെ സംബന്ധിച്ച് ഒരു വലിയ വികസന സാധ്യത വരികയാണ്. അഞ്ചൽ ബൈപ്പാസ് വന്നപ്പോൾ തന്നെ അവിടെ വലിയൊരു വികസന സാധ്യത രൂപപ്പെട്ടു. ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നു, ഗതാഗത കുരുക്ക് മാറി. അപ്പോൾ ഇത് വന്നാൽ പുനലൂരിൽ ഗതാഗത കുരുക്കിന്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. മാത്രമല്ല ആ മേഖല, ഈ പാത കടന്നു പോകുന്ന മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കൂടുതൽ വികസനം അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങളൊക്കെ വരുന്നതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടും. അപ്പോൾ പുനലൂരിന്റെ വികസനത്തിന് ഇതൊരു വലിയ സഹായകരമായി മാറുന്ന പദ്ധതിയായി വരും. ടൂറിസം സാധ്യതയ്ക്കും അതുപോലെ തന്നെ ഒരു വലിയ വികസന സാധ്യതയും രൂപപ്പെടുകയാണ്. ഇപ്പോൾ വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ച ഇടനാഴി കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു. അപ്പോൾ അത് കൂടുതൽ കണ്ടെയ്നറുകൾ ഒക്കെ അവിടെ വരികയാണ്, കപ്പലുകളൊക്കെ വരികയാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിൽ 1000 കോടി രൂപ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ, ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കിഫ്ബി വഴി 1000 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ്. അപ്പൊ അത് നമ്മുടെ പുനലൂർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി വരികയാണ്. അപ്പോൾ ഇപ്പൊ നല്ല തെന്മല ഇക്കോ ടൂറിസം ഉണ്ട്, നമ്മുടെ കൊല്ലം കണക്ട് ചെയ്ത് നമുക്ക് ഒരുപാട് ചടയമംഗലം, ജടായിപ്പാറയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയോര മേഖലയിലെ ടൂറിസം സാധ്യതകൾ, പാലരുവി അടക്കമുള്ളത്. അപ്പം ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഈ റോഡ് കണക്ടിവിറ്റി എല്ലാം വരുമ്പോൾ നിലവിൽ തന്നെ നമ്മുടെ മലയോര ഹൈവേ ഒക്കെ പൂർത്തിയായതോടുകൂടി നല്ല
ഒരു റോഡ് കണക്ടിവിറ്റി ഉണ്ട്. പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് ഏറ്റവും മനോഹരമായി മാറി. അഞ്ചൽ ബൈപ്പാസ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഈ ബൈപ്പാസ് കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നു. ബൈപ്പാസ് കൂടി വരുമ്പോൾ ആളുകൾക്ക് എവിടെ നിന്നും ഏറ്റവും എളുപ്പത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. അത് ടൂറിസത്തിനും വലിയ സാധ്യതകൾ തുറന്നിരുന്നു.